വിശദാംശങ്ങളിലേക്ക്. ലെബനോണിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ലെബനനിലെ ബെയ്റൂട്ടിലുണ്ടായ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു. കാളിദാസൻ, അടി തിരിച്ചടി എന്ന കണക്കെ പോകുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കം എന്തായിരുന്നു? ഫിജി, പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കലുഷിതമാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഇസ്രായേൽ ലെബനോണിലേക്ക് വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ശക്തമായ ഒരു ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതൊരു തിരിച്ചടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം, ഇപ്പോൾ ഏറെ ദിവസങ്ങളായി ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേൽ കരുതി വെച്ചിരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കരയുദ്ധത്തിലേക്കും ഇസ്രായേൽ കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഹെസ്ബുള്ള കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് തന്നെ സൈനികരുടെ നീക്കം ലെബനോണിൻ്റെ പല ഭാഗത്തും അതേപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധ ടാങ്കുകൾ തെക്കൻ ലെബനോണിലേക്ക് കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ യുദ്ധ ടാങ്കുകൾ തെക്കൻ ലെബനോണിൻ്റെ പല ഭാഗങ്ങളിലേക്കും കടന്നിരുന്നു. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, തെക്കൻ ലെബനോൺ എന്ന് പറയുന്നത് ഹെസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അതേപോലെ തന്നെ അവർക്ക് ഭൂഗർഭ അറകളുള്ള മേഖലയാണ്. അവർക്ക് വലിയ ആയുധ സംവിധാനങ്ങളുള്ള ഒരു മേഖലയാണ്. ഇത് തിരിച്ചറിയാതെ ഉള്ള ഒരു ഇസ്രായേലിൻ്റെ നീക്കം അവർക്ക് ഇസ്രായേൽ സൈന്യത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. ഇന്നലെ ഇസ്രായേലിലെ 8 സൈനികർ മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ഒരു ഹെസ്ബുള്ളയുടെ സ്വാധീനം മനസ്സിലാക്കാതെയുള്ളൊരു നീക്കം നടത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. ഈ ഒരു 8 സൈനികർ മരിച്ചതിനൊരു തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ഇന്നലെ രാത്രിയോടെ ഇത്തരത്തിലൊരു വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. മധ്യ ലെബനോണിൻ്റെ ഭാഗത്ത് 3 കൂറ്റൻ കെട്ടിടങ്ങൾ തകർന്നു എന്ന് തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങളും അറിയിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതും. ഇതിൽ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 7 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ലെബനോണിൻ്റെ പാർലമെൻറ്റിന് സമീപത്തായിട്ടുള്ള പ്രധാനപ്പെട്ട 3 കെട്ടിടങ്ങൾ തകർന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ആക്രമണം ഇനിയും ശക്തമായി തന്നെ തുടരും എന്ന് തന്നെയാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. കാരണം ദിവസങ്ങളായി തന്നെ ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് കൃത്യമായ പദ്ധതിയോടുകൂടി തന്നെയുള്ള ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേൽ. അതിനോടൊപ്പം തന്നെ ചേർക്കാവുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് വലിയ രീതിയിൽ വ്യോമാക്രമണം നടന്നിരുന്നു. 150-ലധികം മിസൈലുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗത്തായിട്ടും അവർ അയച്ചിരുന്നു, വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിനെ സംബന്ധിച്ചും കൃത്യമായൊരു പദ്ധതി ഇസ്രായേൽ രൂപീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഒരു കൃത്യമായൊരു പ്രത്യാക്രമണ പദ്ധതി തന്നെയാണ് ഇസ്രായേൽ രൂപീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ, വിവിധ പ്രതിരോധ വിഭാഗങ്ങളുടെ തലവന്മാരുമായിട്ടുള്ളൊരു ചർച്ച തന്നെ ഏറെ വൈകിയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തലവന്മാരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനെ സംബന്ധിച്ച് കൃത്യമായി ഈ ഒരു കേന്ദ്രങ്ങൾ, ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഇറാനെതിരെയും വലിയ രീതിയിൽ പ്രത്യാക്രമണ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നിലപാട് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരിക്കലും തീർച്ചയായും കാളിദാസൻ, അമേരിക്ക പിന്തുണയ്ക്കുന്നു, ഇന്ത്യയുടെ പിന്തുണയുണ്ട്. അതിനിടെ സമാധാന ശ്രമങ്ങളും എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും സമാധാന ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ തന്നെ ഇസ്രായേൽ ആക്രമണങ്ങൾ പല ഭാഗങ്ങളിലേക്കും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയും ഇപ്പോൾ കഴിഞ്ഞ ദിവസവും കൃത്യമായി നിർദ്ദേശം കൊടുത്തിരുന്നു, ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകും എന്നുള്ളത് തന്നെ. കാരണം അങ്ങനെയൊരു നേരത്തെ നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ അവിടുന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ല. പ്രാന്തപ്രദേശങ്ങളിൽ മിസൈൽ വർഷിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രത്യാക്രമണത്തിലേക്ക് കടക്കില്ല
സാധിക്കില്ല എന്നുള്ളൊരു ചിന്തയിൽ തന്നെ ആയിരിക്കും അമേരിക്കയും ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തത്. എന്നാൽ ഇസ്രായേൽ ചെറിയ ആക്രമണങ്ങളിൽ പോലും വലിയ രീതിയിൽ പ്രതികരിക്കുന്നൊരു സാഹചര്യമാണ് എപ്പോഴും ഇസ്രായേലിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും വലിയ രീതിയിൽ തന്നെ തിരിച്ചടിക്കും എന്ന് തന്നെ ഇസ്രായേൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തലവന്മാരുമായി, വിവിധ പ്രതിരോധ വിഭാഗ തലവന്മാരുമായി ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത് പ്രധാനമായും ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവർ ഒരു വലിയ രീതിയിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യം വിട്ട് വലിയ രീതിയിൽ വ്യോമാക്രമണം അഴിച്ചുവിട്ടാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടവും വലിയ രീതിയിലുള്ള ആൾനഷ്ടവും സംഭവിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്ക കൃത്യമായി പറഞ്ഞത് ഒരിക്കലും ആക്രമണം അഴിച്ചുവിടരുത്. ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതും കൂടി അമേരിക്ക ഈ ഒരു നിർദ്ദേശത്തിനൊപ്പം കൂട്ടിച്ചേർത്തിരുന്നു. കാരണം ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണങ്ങൾ നടത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം തന്നെയാണ് ആ ഒരു പ്രദേശത്തിനും അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിനും സംഭവിക്കുക. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും ഇതിൽ ഇടപെടാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. നിലവിൽ G7 രാജ്യങ്ങൾ തന്നെ ഇതിൽ കൃത്യമായി പ്രതികരിക്കാൻ ഇടയുണ്ട് എന്ന് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയും അതിൽ ഉൾപ്പെട്ട ഒരു രാജ്യമാണ്. ഇന്ത്യയും ഇതിലൊരു കൃത്യമായൊരു നിലപാടെടുക്കും. ഇന്ത്യയും അമേരിക്കയും എല്ലാം കൃത്യമായും രണ്ടു പേർക്കൊപ്പം ഒരുപോലെ തന്നെ നിന്ന് ഒരേപോലെ തന്നെ നിലപാടെടുക്കുന്ന രാജ്യങ്ങളാണ്. കൃത്യമായി എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നിർദ്ദേശം ഇസ്രായേലിനുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് ഇറാനിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഇസ്രായേൽ തൊടുത്തുവിടുമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറാനിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ. ശരി, കാളിദാസൻ ആണ് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.